ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ കുറച്ചൊന്ന് കംഫർട്ടബിളായി മാറിയിരിക്കുന്നു. അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഒരു മാസം മുന്നേ നമ്മൾ കുറച്ച് പേരെങ്കിലും ഒരുപാട് റൂമേഴ്സ് കേട്ടു. ഒരുപാട് മീഡിയയിലൊക്കെ നമ്മൾ ചെന്ന് പരതി നോക്കി, നീറ്റ് ഓൺലൈൻ ആയിരിക്കുമോ ഓഫ്ലൈൻ ആയിരിക്കുമോ. അപ്പോൾ പല കുട്ടികളും നമ്മളോട് വിളിച്ച് ഓൺലൈൻ ആയാൽ എന്ത് ചെയ്യും, പല മോഡുകളിൽ നടത്തപ്പെടും, അല്ലെങ്കിൽ പല ഷിഫ്റ്റുകളായിട്ട് നടത്തപ്പെടും. അപ്പോൾ അങ്ങനെ നടത്തിയാൽ ആവറേജ് എടുക്കുമ്പോൾ ആദ്യത്തെ പരീക്ഷ എളുപ്പമായാൽ ഞങ്ങൾ രണ്ടാമത്തെ പരീക്ഷ എഴുതി പോയാൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് കൺസേൺസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടു. അപ്പോഴെല്ലാം തന്നെ ഞങ്ങൾ വന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒന്നും പാനിക്കാവേണ്ട ആവശ്യമില്ല. സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനുള്ള ഒരു ന്യൂസ് ഒരിക്കലും അങ്ങനെ എൻട്രിയെ ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നീറ്റ് ഓഫ്ലൈൻ മോഡിൽ തന്നെയാണ് ഈ വർഷവും നടത്തപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പാനിക് ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു കാര്യവും അങ്ങനെയുള്ള ഒരു ഏജൻസി ചെയ്യില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ട് അല്ലേ. ഇത് ഞാൻ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയെന്ന് ചോദിച്ചാൽ, പല കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര ഓവർ തിങ്കേഴ്സാണ്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നതിൻ്റെ ടെൻഷനാകാം, അല്ലെങ്കിൽ ആങ്സൈറ്റി ആകാം, പല കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ ഒരുപാട് അങ്ങ് തിങ്ക് ചെയ്യും. ഈ തിങ്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ത്രെഡ്, ആ ത്രെഡ് നമുക്ക് എവിടുന്നെങ്കിലും കിട്ടിയാൽ ആ ത്രെഡിനെ പിന്നെ നമ്മൾ മനസ്സിലിട്ട് വലുതാക്കി എടുക്കുകയാണ്. ഇന്ന് മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ത്രെഡ് വലുതാക്കുന്നു, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഇടുന്നു, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ പല മീഡിയസിലൂടെയും നിങ്ങൾ പല രീതിയിൽ ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ കാണുകയാണ്. നോക്കിക്കോളൂ, ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങളിങ്ങനെ പല സ്ഥലത്ത് പോയി ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ എന്ത് ചെയ്യും, ഞാൻ പഠിക്കണോ വേണ്ടേ, അങ്ങനെ പല കൺഫ്യൂഷൻസ്. അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, എന്തിനാണ് നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട, നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഇവിടെ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം, പഠന കാര്യത്തിലായാലും പരീക്ഷയുടെ കാര്യത്തിലായാലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ, നമുക്ക് അത്ര പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതെല്ലാ മനുഷ്യരിലും ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. അത് ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും കിട്ടുന്നത് വരെ അതിനെ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ്. പഠന കാര്യത്തിലും പല അഭിപ്രായങ്ങളും പല സ്ഥലത്തു നിന്നും വരും. നീ ഇങ്ങനെ പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കാര്യം, നിന്റെ പഠന നിലവാരം നല്ലതല്ല, അങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ അതൊന്നും തന്നെ നിങ്ങൾ ഈ ചെറിയൊരു ത്രെഡിനെ ഒരിക്കലും കയ്യിൽ പിടിച്ച് വലിയൊരു കാര്യമാക്കി മാറ്റരുത്. ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയാണ്, നമ്മുടെ മനസ്സ് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചെന്നെത്തുന്നത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഇരിക്കുന്നത് ആ ത്രെഡിനെ ഫോളോ ചെയ്ത് നമ്മൾ പോകുന്ന വഴികളെല്ലാം തന്നെ ജെന്യുവനായിട്ട് സത്യസന്ധമായിട്ട് നമുക്ക് കാര്യം പറഞ്ഞു തരുന്ന വഴികളാകണം എന്നില്ല. അവിടെ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടുന്നത് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപയോഗവും ചെയ്യാത്ത, ഒരുപക്ഷെ നമ്മുടെ പാൻസിറ്റി കുറച്ചുകൂടെ കൂട്ടുന്ന തരത്തിലുള്ള ഒരു വഴിയിലൂടെ നമ്മൾ പോയാൽ അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ സ്റ്റഡി മോഡായാലും മറ്റെന്ത് കാര്യമായാലും അതിൽ നിങ്ങളെ വിശ്വാസം വേണം ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൾ ഓഫ് എ സഡൻ വന്ന് പറയേണ്ട ഡിസിഷനുകളല്ല. അത് കൃത്യമായിട്ട് അറിയാവുന്നുള്ള, ഇത്രയും വർഷമായിട്ട് പരീക്ഷ നടത്തുന്നു, അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് സിസ്റ്റം കൊണ്ടുപോകുന്നു, അപ്പം നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഏജൻസിക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനെ മാത്രം വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഗവേഷണങ്ങളിലോ നിങ്ങളുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനിലോ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസിലോ ഒന്നും തന്നെ തൽക്കാലം പോണ്ട. ഈ പറഞ്ഞതുപോലെ ഒരു ന്യൂസ് വരുമ്പോൾ അത് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ കൃത്യമായി നിങ്ങളിലേക്ക് അത് എത്തും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ മാറ്റേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ മാറ്റം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് ഞാൻ അത് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി, ഞാൻ പഠിക്കുന്ന രീതി, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥ ഇതിന് ഇങ്ങനെ തന്നെയാണോ, അതറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്രില്യൻറ്റിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഞങ്ങളുണ്ട്, ആരോട് വേണമെങ്കിലും നിങ്ങൾക്കത് ക്ലിയർ ആക്കാം. അപ്പോൾ ശരിക്കും ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു ഡേറ്റ അല്ലാതെ ഒരുപാട് തിങ്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ ഒരു അനാലിസിസ് നടത്തി, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം എന്ന് പറയുന്ന ഒരു അനാലിസിസിൻ്റെ സമയമാണ്. പല കുട്ടികൾക്കും ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എവിടെ അടുത്തത് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു അനാലിസിസിൽ നിങ്ങൾ
എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ത്രെഡ് പിടിച്ച് നമ്മൾ പുറകെ പോകുമ്പോൾ ആ ത്രെഡ് വഴി ആ ത്രെഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന വഴികളെല്ലാം ശരിയാകണം എന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കാൻ തനിച്ച് പറ്റിയില്ലെങ്കിൽ ഇച്ചിരി കൂടെ മെച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ വിവേകപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്ത ഉള്ളവരോട് നമുക്ക് ചോദിച്ച്, അത് പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഇതിപ്പോൾ തന്നെ വന്ന് പറഞ്ഞ എന്താണെന്നറിയോ, വെറുതെ ആകുലപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വെറുതെ ആകുലതകളുമായി കാത്തിരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരെല്ലാം ഇപ്പോൾ ഒരു ദീർഘനിശ്വാസം എടുത്തിട്ടുണ്ടാവണം. എന്തിനാണത്? നമ്മൾ ആകുലപ്പെട്ടത് കൊണ്ടാണ് ദീർഘനിശ്വാസം എടുക്കേണ്ടി വന്നത്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വേണം, പ്രത്യേകിച്ചും നിങ്ങളുടെ പഠന കാര്യത്തിൽ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.